ഇക്കിഗായെ കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാഷൻ തിരിച്ചറിയാനായിട്ടുള്ള 5 സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1, നമ്മൾ ചെറുതായിരുന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിരുന്നു ഏറ്റവും ഇഷ്ടം? അതായത് നമ്മുടെ കുട്ടിക്കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്? നമ്മൾ കളിച്ചുകൊണ്ടായിരുന്നോ, അല്ലെങ്കിൽ ടി വി കണ്ടതുകൊണ്ടായിരുന്നോ, അതോ ഇനി എന്തെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാനായിരുന്നു നമുക്കിഷ്ടം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. സ്റ്റെപ്പ് നമ്പർ 2, ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരാശയമുണ്ട്. അതായത് എളുപ്പമാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് സമയം പോകുന്നതേ നമുക്ക് മനസ്സിലാവില്ല. നമുക്കൊരു ക്ഷീണം, മടുപ്പ് അതൊന്നും തോന്നില്ല. ഇപ്പോൾ ചിലർക്കത് പടം വരയ്ക്കുമ്പോൾ നമ്മൾ എത്ര സമയം കഴിഞ്ഞാലും ഒരു ക്ഷീണമോ ഒന്നുമില്ലാതെ പടം വരച്ചുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ സമയം പോകുന്നത് അറിയാതിരിക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് നമ്മുടെ സമയം പോകുന്നത് അറിയാതെ നമുക്കത് ചെയ്യാൻ പറ്റുക, ഒരു മടുപ്പ് തോന്നാത്ത വിധം അത് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ട് മനസ്സിലാക്കണം. സ്റ്റെപ്പ് നമ്പർ 3, നമ്മുടെ കൗതുകത്തെ ശ്രദ്ധാപൂർവം ഒന്ന് നിരീക്ഷിക്കുക. അതായത് നമുക്ക് എന്തിനെക്കുറിച്ച് സംസാരിക്കാനാണ്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് അറിയാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി? അതായത് ഈ ഒരു കാര്യം സംസാരിക്കുമ്പോൾ, ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് ആ ടോപ്പിക്ക് സംസാരിക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുക്കിനെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സിനിമേനെയൊക്കെ പറ്റിയായിരിക്കാം. അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ആ ഒരു കൗതുകം, അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ്, നമുക്ക് എന്ത് വായിക്കാനാണ് അല്ലെങ്കിൽ എന്ത് സംസാരിക്കാനാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് എന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കുക. 4ാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ പേടി അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. അതായത് പാഷൻ, നമ്മൾ ഈ ഒരു പാഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റുമോ, എൻ്റെ ജീവിതത്തിൽ അതെന്തെങ്കിലും ഒരു ഗുണം ചെയ്യുമോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റി വയ്ക്കുക. നമ്മൾ ഈ പാഷൻ എന്തിനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? നമുക്കൊരു സന്തോഷം കിട്ടാനും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഭയം, പേടി അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ടിപ്പ് നമ്പർ 5 ആണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പാഷനെ വളർത്തിയെടുക്കാനായിട്ട് ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇപ്പോൾ എൻ്റെ പാഷൻ ബുക്ക് വായിക്കുകയാണെങ്കിൽ ദിവസം ഒരു 20 മിനിറ്റെങ്കിലും ഞാനൊരു പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ എഴുത്താണെങ്കിൽ ദിവസവും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു ബുക്കിൽ കുറിച്ചിടുന്നതൊക്കെ നല്ലതായിരിക്കും. എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നത്. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പാഷനെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് എളുപ്പം സാധിക്കും. ഇനി അടുത്തൊരു ആശയമാണ് വിഷൻ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം.